ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു തനി നാടൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ചോറിന് കൂടി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഇതിവിടെ ഒരു ചെറിയ പീച്ചിൽ ഇത് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള ആ ഒരു തൊലി ഒന്ന് ചെറുതായിട്ടൊന്ന് കളഞ്ഞെടുത്തതിന് ശേഷം കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ള. പിന്നെ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് കൊഞ്ചാണ്. ഞാൻ ഇവിടെ 250 ഗ്രാം കൊഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇത് ചെറിയ കൊഞ്ചായിരിക്കും ഇതിൽ ചേർക്കുന്നത് നല്ലത് കേട്ടോ. ഒരുപാട് വലിപ്പമുള്ള കൊഞ്ചിനേക്കാളും നമുക്ക് ഇങ്ങനെയുള്ള കറിയെല്ലാം തയ്യാറാക്കുമ്പോൾ ഒരു പൊടിക്കൊഞ്ചില്ലേ, അതൊക്കെ കേട്ടോ ടേസ്റ്റ്. അങ്ങനെ ഇതെല്ലാം കൂടി ഇനി നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പം ഞാൻ നമ്മുടെ പൊട്ടിക്കയും അതുപോലെ തന്നെ എന്താ പറയുക കൊഞ്ചും കൂടി ഒരു മൺചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കൈവച്ചിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ ഇതിവിടെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 2 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ഒരുപാട് വെള്ളം വേണ്ട, എന്താ വെച്ചാൽ കൊഞ്ചെന്നും അതുപോലെ തന്നെ പൊട്ടിക്കയെന്നും നമ്മളിവിടെ പൊട്ടിക്കാന്ന് കേട്ടോ പറയുക, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ആ ഒരു പീച്ചിൽ നിന്നെല്ലാം നന്നായിട്ട് തന്നെ വെള്ളമെല്ലാം ഇറങ്ങി വരും, അതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. അങ്ങനെ അതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിവിടെ മൂടി വെച്ച് സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഒരുപാട് വേവൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഇനി നമുക്കിത് തുറന്ന് നോക്കാം. നമ്മുടെ പൊട്ടിക്കയും അതുപോലെ തന്നെ കൊഞ്ചെല്ലാം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് വെന്ത് അങ്ങ് റബ്ബർ പോലെ ആവും കേട്ടോ കൊഞ്ച്, അതുകൊണ്ട് ഒരുപാട് അങ്ങ് വേവിച്ചെടുക്കണ്ട. അങ്ങനെ ഇതിവിടെ നല്ല പാകത്തിന് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് എന്താ പറയുക ഉള്ളിയൊക്കെ ഒന്ന് താളിച്ചിടണം. അതിനുവേണ്ടി ഞാൻ ഇതവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കടുക് ഒന്ന് പൊട്ടി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ കടുക് കൂടി ഇതവിടെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 വറ്റൽ മുളകും 2 തണ്ട് കറിവേപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ഇതിലേക്ക് ചെറിയ ഉള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 8 വലിപ്പമുള്ള 8 ചെറിയ ഉള്ളി ഒന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉള്ളിയുടെ ആ ഒരു പച്ചച്ചുവയിലൊന്ന് മാറി വരട്ടെ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അങ്ങനെ നമ്മുടെ ഉള്ളിയുടെ ആ ഒരു പച്ച ചുവയിൽ ഇവിടെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ്. ഞാൻ ഇവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മുളക് പൊടിയെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു പച്ചമുളക് നല്ല എരിവുള്ള മുളകാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഏത് മുളക് പൊടിയാണോ ചേർത്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോ. അതല്ല ചില്ലി ഫ്ലെക്സ് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇത് നന്നായിട്ട് ആ ഒരു പൊടികളുടെ പച്ചമണമെല്ലാം മാറി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ചെടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു കൊഞ്ചും പൊട്ടിക്കയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഇതിവിടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് അതിലുള്ള ആ ഒരു ചാറെല്ലാം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഇവിടെ ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ കൊഞ്ച് കഴിക്കുന്ന സമയത്ത് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, ഭയങ്കര ഒരു റബ്ബർ പോലെ ആയിരിക്കും കേട്ടോ ഉണ്ടാവുക. അങ്ങനെ ഇതിൻ്റെ ഫ്ലെയിം ഞാൻ ഇതിവിടെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ടേസ്റ്റെല്ലാം ഒന്ന് നോക്കാം. നല്ല ചൂടാട്ടോ. അപ്പോൾ ഞാനിത് കഴിച്ച് നോക്കുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ നമുക്കൊരു പപ്പടോ അതെല്ലാം എന്തെങ്കിലും മീൻ പൊരിച്ചതെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ വേറൊരു കറിയും വേണ്ട. അപ്പോൾ അത്രയും അടിപൊളി ടേസ്റ്റുള്ള ഒരു കറിയാണ്. അപ്പോൾ ഇതുപോലുള്ള തനി നാടൻ കറികളൊന്നും നിങ്ങൾ തയ്യാറാക്കാത്ത ആളാണെങ്കിൽ ഇതൊന്ന് തയ്യാറാക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അത്രയും അടിപൊളി ടേസ്റ്റുള്ള ഒരു കറിയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം.